ആണ്ട തന്നെ ഇങ്ങോട്ട് നോക്കിക്കേ. ഇപ്പം അതിൻ്റെ നീളം കണ്ടോ? ഏകദേശം ഒരു മുഴത്തിൽ മേളിലുണ്ട് ഈ പയറിൻ്റെ നീളം. ഇതാണ് 16 മണി. ഇതാണ് 16 മണി പയർന്ന്. ഇതാണ് 16 മണി പയർ. ഉണ്ടോ? എണ്ണി നോക്കിയാലും 16 മണി കൂടുതലുണ്ട് ഇതിനകത്ത്. ഇത് ഏകദേശം 1 കിലോയ്ക്ക് എത്ര പയർ വേണ്ടി വരും? ഒരു 20 പയറിനകത്ത് മതി. 20 പയറിനകത്ത് മതി. കർഷകർക്ക് ഈ ഇനം പയർ നടുന്ന ലാഭകരമല്ലേ? ഈ ഇനം പയർ നടുന്നത് ലാഭകരമാണ്. ഈ പയർ കണ്ടില്ലേ, ഇതെല്ലാം വിളവെടുത്ത് കഴിയുന്നതിന് മുമ്പ് അടുത്തൊരു തോട്ടത്തിൽ അടുത്ത ഇത് പാകി വിത്ത് പാകി അടുത്തത്. അപ്പോൾ എല്ലാ സമയവും അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ പയർ കൃഷിയുണ്ട്. പയർ അതിങ്ങനെ മാറി മാറി കൃഷിയുണ്ട്. എൻ്റെ സുഹൃത്താണ് ഇത്. പിന്നെ ആലപ്പുഴ ജില്ലയിലെ കണ്ണനാവഴി പ്രദേശത്താണ്. അദ്ദേഹം പാട്ടത്തിനടുത്താണ് ഈ കൃഷി ചെയ്യുന്നത്. മറ്റു ജീവിതമാർഗങ്ങളൊന്നുമില്ല, കൃഷി തന്നെയാണ്. ഒരുപാട് വർഷത്തെ അദ്ദേഹത്തിന്റെ പരിചയസമ്പന്നനാണ്. നമസ്കാരം, എൻ്റെ പേര് സുരേഷ് കുമാർ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ കണനാവിലാണ് എൻ്റെ വീട്. എൻ്റെ ജീവിതമാർഗം എന്ന് പറഞ്ഞത് കൃഷി തന്നെയാണ്. ഒരു ഭാഗത്ത് കൃഷി ചെയ്ത് വരുമ്പോൾ അടുത്ത ഭാഗത്ത് ഞാൻ കൃഷി എടുക്കാനുള്ള തടങ്ങൾ വെട്ടി കൃഷിക്കുള്ള ആരംഭം തുടങ്ങിയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പയർ കൃഷിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 40 ദിവസം ആകുമ്പോഴത്തേക്ക് വിളവെടുപ്പ് എടുക്കും. 40 ദിവസം വരെ നമ്മൾ കാത്തിരിക്കണം പയർ വിൽക്കാൻ വേണ്ടി. ഇതിപ്പോൾ 40 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം പയറായി വരുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് മേടിക്കുന്ന പയർ വിത്താണ്. താമരക്കുളം പഞ്ചായത്തിൻ്റെ താമരക്കുളം കൃഷിഭവനിൽ നിന്നാണ് ഇത് മേടിക്കുന്നത്. ഇത് 16 മണി പയറെന്നും പറഞ്ഞാണ് അവർ നമുക്ക് തരുന്നത്. നാടൻ പയർ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്, എങ്കിലും ഇതാണ് നമ്മുടെ പയർ. ഈ ഇത്രയും നീളം പറയും, 16 മണി തന്നെ ഉണ്ട്. 16 മണിയാണ് പയർ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു 10-20 വർഷം കൊണ്ട് ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. ഇതുവരെ നമുക്ക് പരാജയം ഉണ്ടായിട്ടില്ല. പയർ കൃഷി കഴിഞ്ഞ് പിന്നെ പാവലിൻ്റെ കൃഷിയുണ്ട്. അതിപ്പം പാവലിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ അപ്പോൾ അടുത്ത ഞാൻ പയറിലേക്ക് വന്ന്. പയറാണ് നമ്മുടെ ഏക മാർഗം. സുരേഷ് ഭായ്, നമ്മുടെ ഈ പയർ വിത്ത് മേടിച്ചുകൊണ്ട് വന്നിട്ടേ അത് നടുന്നതിന് മുമ്പ് എന്തെല്ലാം ചെയ്യണം? നടുന്നതിന് മുമ്പ് നമ്മൾ തടം നല്ലപോലെ ആഴത്തിൽ തടം വെട്ടണം. തടം വെട്ടി മണ്ണ് ഇളകണം. മണ്ണ് ഇളകിയെങ്കിലേ വേരോട്ടം നല്ലപോലെ വരുത്തുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ തടം വലിയ ഇപ്പം തന്നെ ഇതിൻ്റെ തട വിസ്തീകൃതി ഉണ്ടോ? അതിപ്പോൾ ഒരു മീറ്റർ ചുറ്റളവെങ്കിലും കാണും ഇതിൻ്റെ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പയറിന് തടം വെട്ടി താത്തെങ്കിലും വെക്കും. ആദ്യം പിന്നെ നമ്മൾ കുമ്മായം വാരി ഇടുക. ഇട്ടിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ ചാണകപ്പൊടിയും കൂടെ വാരിയിട്ട് വെട്ടി ഇളക്കി അത് 2 ദിവസവും കൂടി ഇട്ടതിന് ശേഷമാണ് നമ്മൾ തടം നല്ലപോലെ നനച്ചതിന് ശേഷമേ വിത്തിടാവും. പയർ ഒരു 2-3 മണിക്കൂർ ഇട്ടാൽ മതി. പയർ വെള്ളത്തിൽ, പയറിൻ്റെ അരിയെ വിത്ത് വെള്ളത്തിലിട്ടാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തടം നല്ലപോലെ ഉടച്ച് കൈകൊണ്ട് ഉടച്ച് നല്ല രീതിയിൽ 4 സൈഡിലോട്ടും മണ്ണ് നീക്കിയതിന് ശേഷമേ ഇത് നടാവൂ. എന്നുവെച്ചാൽ കല്ലുകളൊന്നും കാണാൻ വരില്ല. ഗ്രാവൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഇതിൻ്റെ കൂടെ വരാൻ പാടില്ല. അത് 4 സൈഡിലോട്ട് വന്ന് വലിയ കല്ലുകൾ മാറ്റിയിട്ട് പൊടിമണ്ണ് തന്നെ വേണം അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെയാണ് നമ്മളിത് ഈ പയർ വിത്ത് നടുന്നത്. ഒരു 3 ദിവസം കഴിയുമ്പോൾ ഇത് മുളയ്ക്കാൻ തുടങ്ങും. മുള വന്ന് 2 ഇലയാകുമ്പോഴത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് വളം ചെയ്യുന്നത്. ആദ്യം ജൈവവളമാണ് നമ്മൾ ചെയ്യുന്നത്. വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, അതുപോലെ വേപ്പും പിണ്ണാക്കൊക്കെ ഇട്ടാണ് ഇത് നട്ടുകൊണ്ടിരുന്നത്. എങ്കിലും നമ്മൾ രണ്ടാമത് ചെയ്യുമ്പോഴത്തേക്കും ഒരു ശകലം രാസവളവും കൂടെ ചേർത്ത് നമ്മൾ വേണം അതുപോലെ തന്നെ ഈ വേപ്പും പിണ്ണാക്കും ഈ എല്ലുപൊടിയും ചേർത്ത് ഇച്ചിരി രാസവളം കൂടണം. നമ്മൾ ഫസ്റ്റ് വളം ചെയ്യുക. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒരു ചെറിയ വളം ചെയ്യുക. ചെറിയ വളം വീണ്ടും ചെയ്യുക. അങ്ങനെ ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും വളം ചെയ്തിരിക്കണം, എന്നെങ്കിലേ നമുക്ക് അതിൻ്റെ കൃഷി മേപ്പോട്ട് വരുത്തുള്ളൂ. ഇപ്പോൾ ശനിയാഴ്ച ആയിരുന്നെങ്കിൽ ശനിയാഴ്ച തന്നെ വളം ചെയ്യണം. വെള്ളിയാഴ്ച വളം ചെയ്യുന്നെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച തന്നെ വളം ചെയ്യണം. അങ്ങനെ ആഴ്ചയിൽ വളം ചെയ്യണം. 40 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് കായ്ഫലങ്ങൾ കിട്ടാൻ തുടങ്ങും, പയർ കിട്ടാൻ തുടങ്ങും. ഇതിപ്പോൾ 40 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ, പയർ പിടിച്ച് വരുന്നതേ ഉള്ളൂ, എല്ലാം കൂടുതൽ പയറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെയും നമുക്ക് ഇങ്ങനെ കൃഷിയിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടില്ല. ഇപ്പം നല്ല രീതിയിൽ നമുക്ക് വിളവെടുപ്പ് 2 ആഴ്ചയും കൂടെ കഴിയുമ്പോൾ നല്ല രീതിയിൽ പയറാവും. എങ്കിലും
20 കിലോ 30 കിലോ പയറൊക്കെ ഞാൻ 1.5 ഇട്ട് വെച്ചു. ആഴ്ചയിൽ 4 ദിവസമെങ്കിലും പയർ വെച്ചു. ഇപ്പോൾ തടത്തിൻ്റെ എണ്ണം കൂടുന്തോറും പയറും കൂടുതൽ കിട്ടും. ഇപ്പോൾ നമ്മൾ തടം കുറച്ചായിട്ടേക്കുന്നത് എങ്കിലും 20 കിലോ പയർ മേളിൽ 1.5 ഇട്ട് കിട്ടുന്നുണ്ട്. കൂടുതൽ പയർ വെച്ചണമെങ്കിൽ ഒരു 2-3 ദിവസം കഴിയണം. എന്ന് വെച്ചാൽ പയറായി വരുന്നതേ ഉള്ളൂ. ഇനി വെള്ളമൊക്കെ ഒഴിക്കുന്ന രീതി എങ്ങനെയാ? വെള്ളം നമ്മൾ പയറിട്ട് കഴിഞ്ഞിട്ട് ഇത് മുളച്ച് വരുന്ന സമയമുണ്ട്. അന്ന് 2 നേരം വെള്ളം കോരണം. രാവിലെയും വെള്ളം കോരണം, വൈകിട്ടും വെള്ളം കോരണം. വലിയ രീതിയിൽ ശക്തിയായിട്ട് ഓസിട്ട് അടിക്കരുത്. ചെറിയതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കൂടുതലായിട്ട് വെള്ളം ഇടുക അതിൻ്റെ ചെവിട് ഇളകിപ്പോവും. അപ്പം പിന്നീട് ഇത് ചെയ്യുന്നത്, പിന്നെ കൂടുതൽ പടരാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് നമ്മൾ ഓസ് വെച്ച് നേരിട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള വെള്ളം നല്ലപോലെ നനഞ്ഞിരിക്കണം. അപ്പം പിന്നെ വലിയ പയറായി കഴിയുമ്പോഴത്തേക്ക് ഒരു നേരം തണലായി കഴിഞ്ഞ് ഇത്രയും പൊക്കത്തിലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു നേരം ഒഴിച്ചാൽ മതി. വൈകിട്ട് പോയിട്ട് അടിച്ചാൽ മതി. നല്ല രീതിയിൽ ഒഴിക്കണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും പോച്ച വരാൻ, ഇതിനകത്തിപ്പം പോച്ചയുണ്ട്, പോച്ച വരാതിരിക്കാൻ നോക്കുക. കൃഷി നമ്മളത് നല്ല രീതിയിൽ പോച്ച ചെത്തി മാറ്റിയിട്ടാണ് ഇതിപ്പം നമ്മളിത് ഇത് ഒരുപാട് ഇപ്പം 2 തവണ ഇപ്പം പോച്ച എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളമിട്ടതിന് ശേഷം വെട്ടിയടിപ്പിച്ചാണ്. ഇന്നലെ വളമിട്ടായിരുന്നു, ഇട്ടിട്ട് വെട്ടിയടിപ്പിച്ചു. രാസവളം ചെയ്യുന്നതിന് കുഴപ്പമില്ല, അമിതമായ രാസവളം ആവാൻ പാടില്ല. ഇതിൻ്റെ കൂടെ കുറേ ജൈവവളവും കൂടെ ചേർക്കണം. അതുപോലെ ഈ പയർ കൃഷിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നില്ല മുഞ്ഞ എന്ന് പറയുന്നത്. മുഞ്ഞ വരാതിരിക്കും, ഇതിനകത്തൊന്നും ഒരു മുഞ്ഞ രോഗങ്ങളൊന്നും കാണുന്നില്ല. എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ ഇതിനെ മുഞ്ഞയ്ക്ക് വരുന്നത് നമ്മൾ എക്കാലക്സ് അടിക്കുന്നത്, അല്ലാതെ ഒരു രീതിയിലും മാറുന്നില്ല. എക്കാലക്സ് അടിക്കുമ്പോഴത്തേക്ക് ഒരു തവണ അടിച്ചാൽ മതി, പിന്നെ ഇതിനകത്ത് ഉണ്ടാകത്തതേ ഇല്ല. അതാണ്. പിന്നെ അല്ലാതുള്ള മരുന്ന് നമ്മൾ പുഴു കയറാതിരിക്കാൻ വേണ്ടി, ഇതിനകത്ത് പുഴു ഉണ്ട് ഇടയ്ക്ക്. പുഴു കയറാതിരിക്കാൻ മതി കരോട്ടെന്നും പറഞ്ഞൊരു കരോട്ട, അത് അടിച്ചു കൊടുത്താൽ മതി. അത് എത്ര മില്ലി എങ്ങനെയാണ്? അത് 100 മില്ലിയുടെ ആണ് കിട്ടുന്നത് ഈ ഒരു ടിന്ന് വരുന്നത്. അതിൻ്റെ ഒരു 5 മില്ലി വീതം 1 ലിറ്റർ വെള്ളത്തിൽ ചേർക്കുക. ചേർത്തിട്ട് 4 മില്ലി ആയാലും മതി. 4 മില്ലി, 5 മില്ലി കൂടുതല, 4-3 മില്ലി ആയാലും മതി 1 ലിറ്റർ വെള്ളത്തിൽ. രാവിലെയാണോ വൈകിട്ടാണോ? ഒരു 4 മണിക്ക് ശേഷം അടിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് ഇതൊക്കെ ഈ പുഴു അതുമൊക്കെയാണ് നേരത്തെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു സമയം. മറ്റേ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുന്ന ഒരു സമയമാണ്. എന്നാലും അത് ഇലകളിലും അടിയിലും ശരി അല്ല, മുകളിലും എല്ലാം അടിക്കണം അല്ലേ? നമ്മൾ ഇലയ്ക്കകത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇലയ്ക്കകത്ത് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് അത് പിന്നെ ഈ പുഴു തിന്നാതിരിക്കും. അത് ഈ പയറിൻ്റെ ഈ ചെവിട് ഭാഗത്താണ്, ആദ്യത്തെ ആ കിളിച്ച് വരുന്ന ഭാഗത്താണ് നമ്മൾ, ഇത് മുഞ്ഞ കയറിയ പയറാണ്, അതിൻ്റെ ആ വളർച്ച മുരടിക്കും തുടക്കത്തിലുള്ള. അത് പിന്നെ മരുന്നടിച്ചതിന് ശേഷം ഇപ്പൊ ഒന്നുമില്ല. ഇതൊക്കെ അങ്ങനെയുള്ള കേട് വന്ന പയറാണ്. അപ്പൊ ഇത് വളരെയേറെ ഈ മുഞ്ഞ കയറാതിരിക്കാൻ സൂക്ഷിക്കണം. പിന്നെ വേറെ എന്തുവാണ് വരുന്നത് ഈ പയറിന് രോഗങ്ങൾ? മുഞ്ഞ വരും, ഈ പുഴു കയറും, തണ്ടുപുഴു ഉണ്ട്. തണ്ടുപുഴു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു മൂടുണ്ടായിരുന്നു. ഇതിനകത്ത് ഒന്ന് കാണിക്കാം. അത് കാണിക്കാൻ, അത് തണ്ടുപുഴു എത്ര മൂടുണ്ട് ഏകദേശം? ഇത് ഏകദേശം 70 മൂടാണ്. ഇതിപ്പോ ഒരു മാസമായോ നട്ടിട്ട്? ഇതിപ്പം 45-ാമത്തെ ദിവസമാണ്. 45 ദിവസം കഴിഞ്ഞില്ലേ? 40 ദിവസം ആകുമ്പോഴത്തേക്ക് പൂക്കണ്ണിയാവും. പൂക്കണ്ണി ആയി കഴിഞ്ഞത് പിന്നെ ആദ്യം വലിയ രീതിയിൽ വരത്തില്ല, ചെറിയ രീതിയിലായിരിക്കും നമുക്ക് ആദായം കിട്ടുന്നത്. പിന്നെ ഇതാണ് തണ്ടുപുഴു വന്നത്. തണ്ടുപുഴു വന്നേ ഇതാണ് നെറ്റ്. ഇത് മേടിക്കാൻ കിട്ടും. ഇത് നല്ല രീതിയിൽ 4 സൈഡിലും വലിയ തൂണായിരിക്കും. ഇരുമ്പ് തൂണാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സാമ്പത്തികമുള്ളവർ ഇരുമ്പ് തൂണിടും, അല്ലാതുള്ളവർ തടിത്തൂണിടും. അപ്പം ഞങ്ങളത് തടിത്തൂണായിട്ടേക്കുന്നത്. അത് ബലമുള്ള ഇടുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത്. ഇടഭാരം കൊണ്ട് താഴെ വരുമ്പോഴത്തേക്ക് ഇരുത്തുമ്പോഴത്തേക്ക് ആ കുറ്റിക്കാൽ ഒടിഞ്ഞു കൊടുത്തു. അതിന് നല്ല ബലമുള്ള ഇടം, നല്ല കാണിക്കുക. ഇരുമ്പ് തൂണിടാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല അല്ലേ? സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട്. സാമ്പത്തികം ഉള്ളവരൊക്കെ ഇരുമ്പ് തൂണായിടുന്നത്, സാമ്പത്തികം ഇല്ലാത്തവരൊക്കെ തടി കൊണ്ടുള്ളതൊക്കെയാണ് ഇടുന്നത്. പിന്നെ ഈ 4 സൈഡും കയർ വലിച്ച് കെട്ടുക, അല്ലെങ്കിൽ നമ്മൾ കമ്പി ഇത് കമ്പിയാണ്. ഇത് കമ്പിയാണ്. കയർ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ 4 സൈഡിലും വലിച്ചു കെട്ടുന്നത്. അതിൻ്റെ മണ്ടയ്ക്ക് നെറ്റ്
നെറ്റ് നമ്മൾ ഇടുക. ഉം. അപ്പോൾ അതും തന്നെ 4 സൈഡിലും വലിച്ച് അതൊരു വലിയ പ്രയാസമുള്ളൊരു പണിയാണ് ഈ നെറ്റ് കെട്ടുന്നത്. 70 മൂടി മേളിലുണ്ട്. 70 മൂടുണ്ട്. ഈ 70 മൂട് ഇതിന്റെ വിളവെടുപ്പ് കഴിയുമ്പോഴേക്കും ചെടി ഇതായി കഴിയുമ്പോഴേക്കും അടുത്തത് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതെ, ആ തോട്ടമാണിത്. ഇതിന്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആഴ്ച ആകുന്നതേ ഉള്ളൂ. ഈ ചെടി എന്ന് കണ്ട ഇത് കണ്ടില്ല. ഇതിനെല്ലാം എന്തെല്ലാം വളങ്ങളാണ് ചെയ്തിട്ടിരിക്കുന്നത്? ഇതിപ്പോ 2ാമത്തെ വളം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ വളമാണ്. ഇപ്പൊ ഏകദേശം ഒരു 3 ഇല ഇല്ലേ? 3 ഇത് വന്നു കഴിഞ്ഞില്ലേ? 4ാമത്തെ ഇലയാണ് ഇപ്പൊ. ഇപ്പൊ ഇതിനെന്തെങ്കിലും കീടനിയന്ത്രണത്തിന് വല്ലതും ചെയ്യാറുണ്ടോ? ഇപ്പോഴും വെച്ച് നമ്മൾ ഇച്ചിരി എന്തെങ്കിലും ഈ ഏറ്റവും കൂടുതൽ വേപ്പുംപിണ്ണാക്കാണ് ചേർക്കേണ്ടത്. വേപ്പുംപിണ്ണാക്ക് ആകുമ്പോഴതിന്റെ കീടങ്ങൾ, ഇതിനെ പുഴു അതുമൊക്കെ നഷ്ടപ്പെടും. ഇപ്പോഴും കണ്ട അതിന്റെ ഇലയിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ വേപ്പുംപിണ്ണാക്ക് പൊടി മേടിച്ചിട്ട് ഒന്ന് ചേറി കൊടുക്കുന്നതല്ലാണ്. വള്ളി വീശാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? വള്ളി ഒരു 2 ഇലയും കൂടെ വരുമ്പോഴത്തേക്ക് വള്ളി. അന്നേരം എങ്ങനെ ഇത് പടർത്താൻ വേണ്ടി മുകളിലേക്ക് നമ്മള് ചണച്ചരട് വെച്ച് കെട്ടി മേളിലാക്കണം. ഇതൊക്കെ ഒന്ന് വലിച്ചു കെട്ടാനുണ്ട്. അപ്പൊ ഇത് വിളവെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം പൂർണ്ണമായി ഇതിന്റെ വിളവെടുപ്പ് തീരാറാകുമ്പോഴത്തേക്ക് ഇത് പൂക്കണ്ണിയാവും. അപ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ എത്ര മൂട് നട്ടിട്ടുണ്ട് ഇവിടെ? ഇത് ഒരു 80 മൂടോളം ഉണ്ട്. ഇത് 80 മൂടോളം ഉണ്ട്. 80 മൂടാണ് ഇത്. 100 മൂടിട്ടാണ് 20 മൂടോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ചാണകപ്പൊടി മൂടിയിട്ടിരിക്കും അല്ലേ? മൂടിയിടണം, ഇല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ഗുണം പോകുന്ന പറയുന്നില്ലേ? സൂര്യപ്രകാശം. അതെ. മഴയൊക്കെ പെയ്ത്. അതെ, നമ്മള് ചാണകപ്പൊടി എപ്പോ ഇട്ടാലും കുഴപ്പമില്ല. നല്ലതാണ് ചാണകപ്പൊടി കൂടുതൽ ഇടുന്നത്. ഇത് നമ്മളിപ്പം മണ്ണിളക്കിയാണ് ചെയ്യേണ്ടത്. ഒരു മൂടിനൊരു 4-5 കിലോയെങ്കിലും ചാണകപ്പൊടി. ചാണകപ്പൊടി കൂടുന്നതിന് കുഴപ്പമില്ല. ചാണകപ്പൊടി ആദ്യം ഇട്ടതാണ്, അതുകൊണ്ടാണ് ഞാനിപ്പം വളമിടുമ്പോഴത്തേക്ക് 3ാമത്തെ വളം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി ചാണകപ്പൊടി ഇടുന്നത് ഏറ്റവും നല്ലതാണ്. സുഹൃത്തിന്റെ പയർത്തോട്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? കൃഷി രീതികളെല്ലാം ഇഷ്ടപ്പെട്ട്. അപ്പൊ ഈ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഭാവിയിലും കൂടുതൽ പയർ കൃഷിയും എല്ലാ കൃഷികളും നല്ലതായി വരാൻ അനുഗ്രഹിക്കട്ടെ ദൈവമെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി രാജേന്ദ്രൻ ബ്ലൂസ് വള്ളികുന്നത്തിൻ്റെയും സുരേഷിൻ്റെയും നന്ദിയും നമസ്കാരം.